നമസ്കാരം. ഇന്നത്തെ യാത്ര റാണിപുരത്തേക്കാണ്. റാണിപുരത്തുള്ള ഒരു ട്രെക്കിംഗ് ആണ് ഇന്നത്തെ യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ മനോഹര പ്രകൃതിയിലേക്ക് ചെല്ലാനൊരുങ്ങുന്ന ആളുകളോട് ആദ്യം പറയാനുള്ളത് അവിടെ ചെയ്യരുതാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുത്. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം അതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ മൃഗങ്ങൾക്ക് അപകടമുണ്ടാക്കും. അതുപോലെ തന്നെ നിർദ്ദിഷ്ട പാതകളല്ലാതെ മറ്റ് പാതകൾ സെലക്ട് ചെയ്യാതിരിക്കുക. അത് നമുക്ക് അപകടം ഉണ്ടാക്കും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കാതിരിക്കുക. അതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളൊന്നും അവിടെ ഉപേക്ഷിക്കാതിരിക്കുക. തീ കത്തിക്കാതിരിക്കുക. ആയുധങ്ങൾ കൊണ്ട് വനത്തിലോ വനമേഖലയിലോ കടക്കാതിരിക്കുക. അതുപോലെ വനത്തിനോ മൃഗങ്ങൾക്കോ മരങ്ങൾക്കോ ഒക്കെ അപകടം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നാശം സംഭവിക്കുന്നതോ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. മദ്യപാനവും പുകവലിയും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എല്ലാ നിയമങ്ങളും പാലിക്കുക. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ ഒരു വനത്തിലേക്കോ വനമേഖലയിലേക്കോ പ്രകൃതിയിലേക്കോ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി റാണിപുരത്തെക്കുറിച്ച് പറയാം. റാണിപുരം കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായ ഒരു ഹിൽ സ്റ്റേഷനാണ്. ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനും ഒക്കെ ആയിട്ട് എത്താൻ പറ്റിയ ഒരു സ്ഥലം. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 1049 മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പുൽമേടുകളും വനങ്ങളും ഒക്കെ ആയിട്ട് സമ്മിശ്രമായിട്ടുള്ളൊരു ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. 1049 മീറ്റർ ഉയരത്തിലായതുകൊണ്ട് തന്നെ ഒരു തണുത്ത കാലാവസ്ഥയാണ്. കോടമഞ്ഞും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ക്ലൈമറ്റാണ്. റാണിപുരത്തേക്കുള്ള വഴി പറയുകയാണെങ്കിൽ കാസർഗോഡ് എത്തുക, കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് എത്തുക, കാഞ്ഞങ്ങാട് നിന്ന് ഡയറക്റ്റ് റാണിപുരത്തേക്ക് ബസ്സുണ്ട്. അതല്ല വെച്ചാൽ പനന്തടി എന്നുള്ള സ്ഥലത്തേക്ക് വരിക. പനന്തടിയിൽ നിന്ന് ജീപ്പോ ഓട്ടോറിക്ഷയോ ഏതെങ്കിലും കിട്ടും. അത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റാണിപുരത്തേക്ക് വരാം. ബസ്സിലാണ് വരുന്നതെങ്കിൽ കോഴിക്കോട് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് 325 രൂപയൊക്കെയാണ് ടിക്കറ്റ് ചാർജ്. അതുപോലെ കാഞ്ഞങ്ങാട്ട് നിന്ന് റാണിപുരത്തേക്ക് ടിക്കറ്റ് ചാർജ് 63 രൂപ. ഏകദേശം കാഞ്ഞങ്ങാട്ട് നിന്ന് റാണിപുരത്തേക്ക് 48 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ. അതുപോലെ റാണിപുരത്ത് ഒരു അഡൽട്ടിന് ടിക്കറ്റ് ചാർജ് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ്. ക്യാമറ ഉണ്ടെങ്കിൽ അതിനൊരു 50 രൂപ കൂടെ വേണം. അതുപോലെ അകത്തേക്ക് പ്ലാസ്റ്റിക് ഉള്ള ഒന്നും കടത്തിവിടില്ല. അതുപോലെ വെള്ളം കൊണ്ടുപോകണം വെച്ചാലും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി സമ്മതിക്കില്ല. ആവശ്യക്കാർക്ക് വെള്ളം പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകാം. പക്ഷേ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ 40 രൂപ അവിടെ കൊടുക്കണം. നമ്മൾ കുപ്പിയിൽ കൊണ്ടുപോയിട്ടുള്ള വെള്ളം ഉപയോഗിച്ച ശേഷം കുപ്പി തിരിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് ആ 40 രൂപ തിരിച്ചു തരും. നല്ലൊരു സിസ്റ്റമാണത്. റാണിപുരത്തെ വ്യൂ പോയിന്റ് കാണാനുള്ള യാത്ര അപ്പ് ആൻഡ് ഡൗൺ 5 കിലോമീറ്റർ ഉണ്ട്. 5 കിലോമീറ്റർ വലിയ കഷ്ടപ്പാടുള്ള യാത്രയല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജിഷ്ണയും ജിഷ്ണയുടെ ഫാമിലിയും ആയിട്ടാണ് യാത്ര പോയത്. അപ്പോൾ ആ യാത്രയിൽ ജിഷ്ണയുടെ ഏട്ടൻ്റെ കൊച്ചിന് 5 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ. അവനും ആ യാത്ര കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ജിഷ്ണയുടെ അമ്മയ്ക്ക് ഏകദേശം 58 വയസ്സോളം ഉണ്ട്. 58-60 വയസ്സിൻ്റെ അടുത്തുണ്ട്. അവർക്കും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അവരും തന്നെ ഈ യാത്ര കംപ്ലീറ്റ് ചെയ്തു. വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ പോകാൻ പറ്റുന്ന ഒരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ കുന്നുകളില്ല, എങ്കിൽ തന്നെയും കുന്നുകളുണ്ടെങ്കിൽ തന്നെയും വലിയ കുന്നുകളില്ല. അതുപോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള കാശ് കഴിഞ്ഞിട്ട് ഒരു 1000 രൂപ കയ്യിലുണ്ടെങ്കിൽ കോഴിക്കോട് നിന്ന് പോയി കണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് റാണിപുരം. റാണിപുരത്തെ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറുന്നത് ഒരു ഇടതൂർന്ന കാട്ടിലേക്കാണ്. കാട്ടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിൽപ്പെട്ട മരങ്ങളും ചെടികളും വള്ളികളും ഒക്കെ ആയിട്ട് അല്പം ഇരുട്ടുള്ള ഒരു പ്രദേശമാണ്. നല്ല ഇടതൂർന്ന കാടായതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കുറഞ്ഞിട്ടുള്ള ഒരു കാടാണ്. അത് കുറച്ച് ദൂരം അതിന് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു പുൽമേടിലേക്കാണ് ഈ കാട് അവസാനിക്കുന്നത്. അങ്ങനെ നമ്മളൊരു പുൽമേടിലെത്തും. പുൽമേടിൽ കൂടെയുള്ള കുറച്ച് ദൂരം നടത്തം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു കുഞ്ഞു കാടിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു. ആ കാടിലും ഇതുപോലെ തന്നെ നല്ല ഇടതൂർന്ന മരങ്ങളും വള്ളികളും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രദേശം. അങ്ങനെ 2ഓ 3ഓ കാടുകളും പുൽമേടുകളും താണ്ടുമ്പോൾ നമ്മൾ ഒരു മഞ്ഞ് നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കോട നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് എത്തും. അവിടെ നിന്നാണ് ശരിക്കും റാണിപുരത്തിൻ്റെ തണുത്ത പ്രദേശം ആരംഭിക്കുന്നതെന്ന് വേണം പറയാൻ. പിന്നെ പറയാനുള്ള കാര്യം കേരളത്തിൻ്റെ വനം സുന്ദരിയാവുന്നത് സാധാരണ പോലെ മൺസൂൺ സമയത്താണ്. അതുപോലെ തന്നെയാണ് റാണിപുരവും. റാണിപുരത്തെ കാഴ്ചകൾ ഏറ്റവും മനോഹരമാവുന്നത് മൺസൂണിൻ്റെ സമയത്താണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെ ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മണി മുതലാണ്. 8 മണി മുതൽ 3 മണി വരെ മാത്രമേ ടിക്കറ്റ് നമുക്ക് അകത്തോട്ട് പോകാനുള്ള ടിക്കറ്റ് കിട്ടുള്ളൂ. ഏറ്റവും അവസാനമായിട്ട് തിരിച്ചു വരേണ്ടത് 5 മണിക്കാണ്. മൃഗങ്ങളുള്ള സ്ഥലമായിട്ടാണ് ഫോറസ്റ്റുകാർ പറഞ്ഞത്. പക്ഷേ ഞാനൊരു മൃഗത്തെയും കണ്ടില്ല. അതുപോലെ തന്നെ ആന വരാറുള്ള സ്ഥലമാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ പുൽമേടുകളിൽ ആന വന്നതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. പുൽമേടുകളിൽ കുറേയിടത്ത് ആനപ്പിണ്ടവും അതുപോലെ തന്നെ ആന കുത്തിയിളക്കിയിട്ടുള്ള സ്ഥലങ്ങളും മണ്ണിടിഞ്ഞു പോയിട്ടുള്ള സ്ഥലങ്ങളും അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ യാത്രയിൽ മൃഗങ്ങളെ ഒന്നും തന്നെ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. പല യാത്രികരും റാണിപുരത്ത് അട്ടയുള്ളതായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് അട്ടകടി ഉണ്ടായിട്ടില്ല. അതുപോലെ അട്ടേനെ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ.
എങ്കിൽ തന്നെയും റാണിപുരത്തേക്ക് മൺസൂൺ സമയത്താണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ അട്ടയുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ലീച്ച് സോക്സും അതുപോലെ ഷൂസും ഫുൾ പാൻറ്റും ഇടാനായിട്ട് ഓർക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ റാണിപുരത്തേക്ക് ട്രക്കിങ്ങിന് വരുമ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം കരുതുന്നത് നല്ലതായിരിക്കും. ഇവിടെ പിന്നീട് വെള്ളത്തിനുള്ള സൗകര്യം ഇല്ല. അതുപോലെ ഫോറസ്റ്റിൻ്റെ ഇടപെടൽ നല്ലതായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട്. യാത്രികർക്ക് ഇടയിലിടയിലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയറിൻ്റെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ മഴയിൽ നിന്നോ കോടയിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കുടിലുകൾ പോലെയുള്ള ഭംഗിയുള്ള കുടിലുകൾ പോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം നല്ലതായിട്ട് തോന്നി. ഒരു പരിമിതിയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ യാത്രയിലുടനീളം നമ്മൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വനപാലകനോ ഒരു ഫോറസ്റ്റ് ഓഫീസറോ വാച്ചറോ ഗാർഡോ അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഫോറസ്റ്റിൻ്റെ നേരിട്ടുള്ളൊരു മേൽനോട്ടം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വരുന്ന സന്ദർശകരിൽ ആവേശം കൂടിയ ആളുകൾ കാണിക്കുന്ന അതിക്രമങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറുന്നതും അതുപോലെ തന്നെ ഈ ഫെൻസിങ് പല ഭാഗങ്ങളിലും ഇല്ലാതെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ അവരുടെ അതിക്രമിച്ചിട്ടുള്ള യാത്ര അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. ഹൈക്കിങ്ങിന് വേണ്ടി റാണിപുരം തിരഞ്ഞെടുത്തപ്പോൾ മനസ്സിലുണ്ടായിട്ടുള്ള ആകെയുള്ള സംശയം എന്താ വെച്ചാൽ കോട ഈ സമയത്ത് കാണാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു. ഭാഗ്യം കൊണ്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ച് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു ചാറ്റൽ മഴ ഉണ്ടായി. ആ മഴ കഴിഞ്ഞതോടുകൂടി ഇടയിലിടയിലായിട്ട് കോട വന്നും പോയും ഇരുന്നു. പക്ഷെ ഒരു ഭംഗിയുള്ള കോട എവിടെയും കണ്ടിട്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞ് അവസാനത്തെ വ്യൂ പോയിന്റിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പിലുള്ള മലയിലെത്തിയപ്പോഴാണ് കാഴ്ചകളുടെ ഭംഗി ഒരുപാടങ്ങ് മാറിയത്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ വിവരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനുഭൂതി എന്ന് വേണം പറയാൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശക്തിയുള്ള കാറ്റ്, നല്ല തണുപ്പ്, നമ്മൾ തഴുകി പോകുന്ന കോട. ഭയങ്കര രസമായിരുന്നു. നമ്മൾ കോടയുടെ ഉള്ളിലൂടെ ഇറങ്ങിയിട്ടാണ് ഈ വ്യൂ പോയിന്റിലേക്ക് നടക്കുന്നത്. ഈ കുന്ന് കയറിയപ്പോൾ ഒരു രസകരമായിട്ടുള്ള സംഭവമുണ്ട്. ഈ കുന്നിന് മാത്രം ഒരു ബൈപ്പാസ് ലൈൻ ഉണ്ട് കേട്ടോ. ഈ കുന്ന് കഷ്ടപ്പെട്ട് മേളിലൂടെ കയറി ഇറങ്ങേണ്ട കാര്യമില്ല. ആ കുന്നിലേക്ക് എത്തുന്നതിന്, അതായത് നമ്മുടെ വ്യൂ പോയിന്റിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പിലുള്ള കുന്നിന് അരികിലൂടെ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ വന്നാൽ ഈ കുന്നൊന്നും കയറാതെ തന്നെ നമ്മൾ വ്യൂ പോയിന്റിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. ഈ റാണിപുരത്തെ ഹൈക്കിങ്ങിൽ വളരെ അപകടം പിടിച്ച മേഖല വളരെ കുറവാണ്. എങ്കിൽ തന്നെയും റാണിപുരത്തെ അവസാനത്തെ കുന്നുകയറ്റം അല്പം അപകടം പിടിച്ചതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരികിൽ ഒരു വലിയ കൊക്കയാണ്. സൈഡിലുള്ള ഫെൻസിങ് കുറച്ച് ഭാഗത്ത് അഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സൂക്ഷിച്ച് വേണം ഈ ഭാഗത്ത് ഒന്ന് കയറുന്നത്. തിരക്ക് പിടിക്കാതെ സാവധാനം കയറേണ്ട ഒരു ഏരിയയാണ് ഈ അവസാനത്തെ കുന്ന്. ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അവസാനത്തെ കുന്നാണ് നമ്മുടെ വ്യൂ പോയിന്റ്. ഈ വ്യൂ പോയിന്റ് ഒരു ഡെഡ് എൻഡാണ്. ഇതിന് ശേഷം ഒരു കൊക്കയാണ്. താഴത്തേക്ക് ഒരു കാഴ്ചയൊന്നുമില്ല. പക്ഷേ വിദൂരത്തിൽ കാണുന്ന വീണ്ടും തുടങ്ങുന്ന മലകളുണ്ട്. ആ മലകൾക്കിടയിലുള്ള കോടയും കോടമഞ്ഞും കാറ്റും ഒക്കെയാണ് ഭംഗിയാക്കുന്നത്. അതുപോലെ തന്നെ ഈ കുന്നിൻ്റെ ഏറ്റവും മുകളിലെത്തുമ്പോൾ വലിയൊരു പാറയുണ്ട്. ആ പാറപ്പുറത്ത് നിന്നാൽ നമ്മൾ വന്ന ഭാഗങ്ങൾ കാണാൻ കഴിയും. നമ്മൾ എത്ര ദൂരത്ത് നിന്നാണ് വന്നത് എന്നുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകളും തന്നെ ഞങ്ങൾ ഇവിടെ എത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് മുമ്പിൽ നടന്നിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ അവിടെയാണ് വിശ്രമിക്കുന്നത്. അവിടെ നിന്നിട്ടാണ് കാഴ്ചകൾ കാണുന്നത്. യഥാർത്ഥത്തിൽ റാണിപുരത്തിൻ്റെ യാത്രയിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള മുഹൂർത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യൂ പോയിന്റിലെത്തിയിട്ട് ആ ഡെഡ് എൻഡിൽ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ആ കാഴ്ചകളും ആ കോട കാണലും ഒക്കെയാണ് മനോഹരമായിട്ടുള്ള കാഴ്ച. അതിനുശേഷം ഡെഡ് എൻഡിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ നിന്ന് കോട മഞ്ഞ് ഇങ്ങനെ പൊങ്ങി ഉയർന്ന് നമ്മളെ തഴുകി തലോടി മുമ്പോട്ട് പോകുന്ന കാഴ്ചകളും അതുപോലെ ശക്തമായ കാറ്റും ഒക്കെ ഭയങ്കര രസമുള്ള കാഴ്ചകളാണ്. ആവുമെങ്കിലും ഒരിക്കലെങ്കിലും ഈ റാണിപുരം സന്ദർശിക്കുകയും റാണിപുരത്തെ കാഴ്ചകൾ കാണുകയും വേണം. പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് റാണിപുരം വലിയ ഒരു കഷ്ടപ്പാടുള്ള യാത്രയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ പോകാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ഒരു യാത്രയാണ് റാണിപുരത്തിൻ്റെ യാത്ര.